ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നല്ല തനി നാടൻ കേരള സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പം നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ടേക്ക് പോകുക. അതിനിപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. എൻ്റെ കൈമേൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത് ഉണ്ട്. ഞാനിപ്പോൾ ഇതാ വലിയ വലിപ്പമില്ലാത്ത മീഡിയം സൈസ് വലിപ്പമുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-6 വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മാങ്ങൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാനിപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 3 പച്ചമുളകാണ്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പാണ്. അത് അളന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി വേണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ നല്ല കുറുകിയ ചാറായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ നല്ല ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ചിലവർക്ക് ലൂസായിട്ടും ഇഷ്ടം ഉണ്ടാകും. അപ്പോൾ ഏകദേശം 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്തിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പില്ലേ അത് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് തേങ്ങയില്ലേ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയും 3 ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകയില്ലേ അതും കൂടി അളന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കാം മെഷറിംഗ് സ്പൂണിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അങ്ങനെ അരിയണ്ട. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു തരിതരിപ്പ് പോലെ അരഞ്ഞാലും പ്രശ്നമില്ല. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളെ മാങ്ങ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ ഏകദേശം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കേട്ടോ ഞാനിപ്പോൾ വെച്ചത്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുത്തി ഉടച്ച് മാങ്ങ അപ്പാട് എന്താ പറയുക ഇതിലേക്ക് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അരച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തേങ്ങൻ്റെ പച്ച ചോയ ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ തിളച്ച് വന്നാൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തൈര് കട്ടയില്ലാണ്ട് ഉടച്ചെടുത്തതാണ്. അധികം പുളിപ്പില്ല കേട്ടോ. അങ്ങനത്തെ തൈര് വേണം എടുക്കാൻ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് എന്താ പറയുക പിരിഞ്ഞു പോവോ. അതുകൊണ്ടാണ് ചൂടിൽ ഒഴിക്കരുതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 വറ്റൽ മുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 ചെറിയ ഉള്ളിയില്ലേ അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഇതാക്കി എടുക്കുക, റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പം മിക്സ് ചെയ്യരുത് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ അന്നപ്പോൾ മിക്സ് ചെയ്താൽ മതി. താളിച്ചൊഴിച്ച പാടെ മിക്സ് ചെയ്യാണ്ടിരിക്കുക. അതിന് ശേഷം മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കേരള സ്റ്റൈൽ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. താങ്ക് യു.